ഹോർമൂസ് പിടിച്ചെടുക്കാൻ ഇറാനിലേക്ക് വ്യോമാക്രമണം രൂക്ഷമാക്കിയ അമേരിക്ക. തുടർച്ചയായ 7ാം ദിവസമാണ് ഇറാന്റെ ജനവാസ മേഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് പിടിച്ചെടുക്കുവാൻ വേണ്ടിയാണ് അയവില്ലാതെ തുടർച്ചയായ 7ാം ദിവസവും അമേരിക്ക ഇറാന്റെ ജനവാസ മേഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട വ്യോമാക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത്. ഇറാന്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ, ഭൂഗർഭ ആയുധ സംഭരണശാലകൾ, സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയാണ് അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങളിൽ 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇറാനെതിരെ പുതിയ വ്യോമാക്രമണ പരമ്പര US സൈന്യം ആരംഭിച്ചിരിക്കുന്നത്. ഇറാനെതിരെ മിഡിൽ ഈസ്റ്റിൽ വ്യോമാക്രമണം ശക്തമാക്കുവാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായും ഇതിന്റെ ഭാഗമായി ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് അധിക വ്യോമ ഇന്ധന നിറയ്ക്കൽ വിമാനങ്ങൾ അയക്കുവാൻ US പ്രസിഡന്റ് ആലോചിക്കുന്നതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ നിലവിൽ US നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനകത്തെ തന്ത്രപ്രധാനമായ ഊർജ്ജ നിലയങ്ങളിലേക്കും ആണവ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനാണ് അമേരിക്കയുടെ പദ്ധതി. ഇതിലൂടെ ഇറാന്റെ യുറേനിയം സംഭരണശാലകൾ തകർക്കുവാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുവാൻ ഇറാനെ നിർബന്ധിതമാക്കുവാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം മേഖലയിലെ US സഖ്യരാജ്യങ്ങളിലേക്ക് ഇറാൻ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.